ലവ് ജിഹാദില്ലെന്ന CPM നേതാവ് A. വിജയരാഘവന്റെ പ്രസ്താവന പാർട്ടിയുടെ മുൻ നിലപാടുകൾക്കും വസ്തുതകൾക്കും വിരുദ്ധമാണെന്ന് വ്യക്തമാവുന്നു. പണവും വിവാഹവും വഴി ചില മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകൾ മതം മാറ്റാൻ ശ്രമിക്കുന്നതായി 2010 മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ വെളിപ്പെടുത്തിയിരുന്നു. ഇതോടെ ലവ് ജിഹാദ് സാങ്കല്പിക സൃഷ്ടിയാണെന്ന A. വിജയരാഘവന്റെ വാദം ആരെയോ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണെന്ന ആരോപണമുയരുകയാണ്. ലവ് ജിഹാദിനെതിരെ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആരോപണത്തിന് മറുപടിയിലാണ് CPM നേതാവ് A. വിജയരാഘവൻ വിവാദ പ്രതികരണവുമായി രംഗത്തെത്തിയത്. ന്യൂനപക്ഷ വർഗീയതയാണ് ഏറ്റവും തീവ്രമെന്ന പ്രസ്താവന നടത്തി കൈപൊള്ളിയ വിജയരാഘവൻ വിമർശനങ്ങളെ തുടർന്ന് പ്രസ്താവന പിൻവലിച്ചതിന് പുറകെയാണ് തീവ്രവാദ സ്വഭാവമുള്ള ലവ് ജിഹാദിനെ തള്ളിപ്പറഞ്ഞത്. ലവ് ജിഹാദ് എന്നത് സാങ്കല്പിക സൃഷ്ടിയാണെന്ന വിജയരാഘവന്റെ പ്രസ്താവന പക്ഷേ യഥാർത്ഥത്തിൽ പാർട്ടിയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനെ തിരുത്തുകയായിരുന്നു. 2019 ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളോട് VS അച്യുതാനന്ദൻ പണം നൽകിയും വിവാഹത്തിലൂടെയും മതം മാറ്റുന്ന ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് ലഭിച്ച ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു VS അച്യുതാനന്ദൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. നമ്മുടെ ദേശീയ ദിനമായ ആഗസ്റ്റ് 15 ദേശീയവാദികളും എല്ലാ രാജ്യസ്നേഹികളും പ്രകടനത്തിൽ പങ്കെടുക്കുമല്ലോ. അതിന്റെ കൂടെ ഇവരും കൂടെ പ്രകടനത്തിൽ പങ്കെടുക്കുക. ഒരു 20 കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം രാജ്യമാകും, ഭൂരിപക്ഷമാകും. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക, മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക, അങ്ങനെ മുസ്ലിം ജനിക്കുക. ആ തരത്തിൽ ഇങ്ങനെ മറ്റ് സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത്. അച്യുതാനന്ദന്റെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ് 10 വർഷങ്ങൾ പിന്നിടുമ്പോൾ ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ നിരവധി തെളിവുകൾ സംസ്ഥാനത്ത് ദൃശ്യമായി കഴിഞ്ഞു. കത്തോലിക്ക സഭയുൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ നിന്നും ഇത് സംബന്ധിച്ച് നിരവധി പരാതികളും ഉന്നയിക്കപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലും ലവ് ജിഹാദില്ലെന്ന് വരുത്തി തീർക്കാനുള്ള A. വിജയരാഘവന്റെ ശ്രമങ്ങൾ ബോധപൂർവമാണെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കുള്ളത്. തീവ്ര സ്വഭാവം പുലർത്തുന്ന പല സംഘടനകളുമായി ഒളിഞ്ഞും തെളിഞ്ഞും രാഷ്ട്രീയ പാർട്ടികൾ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നുവെന്ന ആരോപണം ശക്തമാകുന്നതിനിടെയാണ് വിജയരാഘവന്റെ പ്രസ്താവന വിവാദമാകുന്നത്. ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്.